നമസ്കാരം. ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം കലക്കൽ ത്രിതല അന്വേഷണം പ്രഖ്യാപിച്ച് സർക്കാർ. ജനകീയ പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ നിലപാട് പ്രഖ്യാപിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. മനാഫിനെതിരായ വാർത്താ സമ്മേളനം. അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം. യുവൻ തലവന് രാജ്യത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ. സ്വർണ്ണക്കടത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം മുഖ്യമന്ത്രിയുടെ ഓഫീസിന്. നിലപാടിലുറച്ച് PV അൻവർ. വാർത്തകൾ വിശദമായി. തൃശൂർ പൂരം കലക്കലിൽ തുടരന്വേഷണത്തിന് തീരുമാനം. മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമുണ്ടായത്. ADGP പങ്കുവച്ച അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ത്രിതല അന്വേഷണത്തിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. CPI നേതാക്കൾ ആവശ്യമുന്നയിച്ചതിന് പിന്നാലെയാണ് നടപടി. പൂരവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായല്ലോ. ഇതില് കേരളത്തിന്റെ തനതായ സാംസ്കാരിക അടയാളമായാണ് തൃശൂർ പൂരത്തെ നാം കാണുന്നത്. മതസൗഹാർദ്ദവും സഹവർത്തിത്വവും വിളിച്ചോതുന്ന ഒരു അന്താരാഷ്ട്ര സാംസ്കാരിക പൈതൃക ഉത്സവം എന്ന നിലയിലാണ് തൃശൂർ പൂരം കഴിഞ്ഞ 2 നൂറ്റാണ്ടിലേറെയായി കൊണ്ടാടുന്നത്. ഇത്തവണ പൂരവുമായി ബന്ധപ്പെട്ട് തുടക്കത്തിൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഒന്ന് എക്സിബിഷന്റെ ഘട്ടത്തിലായിരുന്നു. ആ എക്സിബിഷൻ പ്രശ്നം തറവാടകയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. വലിയ ഗൗരവമായ ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നു. ആ ഘട്ടത്തില് അതില് ഇടപെടേണ്ടി വന്നിരുന്നു. ഇടപെട്ടത് പരിഹാരമാവുകയും ചെയ്തു. ദേവസ്വങ്ങളെല്ലാം ഈ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ദേവസ്വങ്ങളെല്ലാം അതിൽ നല്ല സംതൃപ്തിയാണ് രേഖപ്പെടുത്തിയത്. ഗവൺമെന്റിന്റെ ഇടപെടലിനെ നല്ല രീതിയിൽ പ്രകീർത്തിച്ച് തന്നെ അവരെല്ലാവരും സംസാരിക്കേണ്ടായി. അതിന്റെ തുടർച്ചയായി പൂരവുമായി ബന്ധപ്പെട്ട് തന്നെ ആനകളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിലും ഇടപെടാനും നല്ല രീതിയിൽ പരിഹരിക്കാനും കഴിഞ്ഞിരുന്നു. ഇതിലെല്ലാം നാം സ്വീകരിച്ച അല്ലെങ്കിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് എല്ലാ വിഭാഗം ജനങ്ങളും അണിചേരുന്ന ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെടുന്ന പൂരം നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ കുറ്റമറ്റ രീതിയിൽ നടത്താൻ കഴിയുക എന്നുള്ളത് തന്നെയാണ്. അതിനാവശ്യമായ സഹായങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. ഇതിനാണ് എല്ലാ ഘട്ടത്തിലും സർക്കാർ ശ്രമിച്ചിട്ടുള്ളത്. ADGP MR അജിത് കുമാറിനെ പങ്കുണ്ടോ എന്നത് സംബന്ധിച്ച് DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് നേരിട്ട് അന്വേഷിക്കും. പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നോ എന്നത് സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ MR അജിത് കുമാർ നേരത്തെ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന ഇന്റലിജൻസിന്റെ ചുമതലയുള്ള ADGP മനോജ് എബ്രഹാം വിശദമായി അന്വേഷിക്കും. ഒപ്പം വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ചകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H വെങ്കിടേഷും അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയത് സംബന്ധിച്ച് തുടരന്വേഷണം പ്രഖ്യാപിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം CPIക്ക് ഉറപ്പ് നൽകിയിരുന്നു. അതേസമയം ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ നീക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങൾ പ്രഖ്യാപിച്ചതെന്നതും ശ്രദ്ധേയമാണ്. പൂരം കലക്കലിൽ ADGP MR അജിത് കുമാർ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട് നേരത്തെ സർക്കാർ തള്ളിയിരുന്നു. തുടരന്വേഷണത്തിനുള്ള ശുപാർശയോടെയാണ് അജിത് കുമാറിന്റെ റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി. തുടർന്ന് ആഭ്യന്തര സെക്രട്ടറിയും തുടരന്വേഷണത്തിന് ശുപാർശ ചെയ്തു. ഈ ശുപാർശകൾ അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ സർക്കാർ തുടരന്വേഷണത്തിന് തീരുമാനിച്ചിരിക്കുന്നത്. വിഷയത്തിൽ ADGP നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ സംശയം പ്രകടിപ്പിച്ച് CPIയും രംഗത്തെത്തിയിരുന്നു. 3 തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതിലൊന്ന്, തൃശൂർ പൂരം അലങ്കോലമാക്കാൻ നടന്ന ശ്രമം, അതുമായി ബന്ധപ്പെട്ട ഈ അന്വേഷണ റിപ്പോർട്ടിൽ വെളിപ്പെടുന്ന
കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി നിയമ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന ക്രൈംബ്രാഞ്ച് മേധാവിയായ ADGP H. വെങ്കടേഷ് IPSന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തുക. പൂരവുമായി ബന്ധപ്പെട്ട ചുമതലകൾ നൽകിയിരുന്ന വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥരിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനായി ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം IPSനെ ചുമതലപ്പെടുത്തുന്നു. മൂന്നാമത്തത്, ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി സംസ്ഥാന പോലീസ് മേധാവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അതേക്കുറിച്ച് പരിശോധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവിയെ മന്ത്രിസഭാ യോഗം ചുമതലപ്പെടുത്തിയിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ മാതാപിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും നഷ്ടപ്പെട്ട ശ്രുതിക്ക് സർക്കാർ ജോലി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ശ്രുതിയുടെ പ്രതിശ്രുത വരൻ ജെൻസൺ കഴിഞ്ഞ മാസമാണ് വാഹനാപകടത്തിൽ മരിച്ചത്. ഉരുൾപൊട്ടലിൽ അച്ഛനും അമ്മയും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ കഴിയുന്നതിനിടെയാണ് ശ്രുതിയുടെയും ജെൻസന്റെയും ജീവിതത്തിൽ ദുരന്തം വാഹനാപകടത്തിന്റെ രൂപത്തിലെത്തിയത്. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. അച്ഛൻ ശിവണ്ണനെയും അമ്മ സബിതയെയും അനിയത്തി ശ്രേയയെയും ഉരുൾപൊട്ടലെടുത്തു. ഉരുൾപൊട്ടലിൽ ദുരന്തത്തിനു ശേഷം പ്രതിസുതവരൻ ജെൻസനാണ് ശ്രുതിക്ക് താങ്ങും തണലുമായി കൂടെ നിന്നത്. ഡിസംബറിലായിരുന്നു ഇരുവരുടെയും വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. ശിവണ്ണയുടെ സഹോദരൻ സിദ്ധരാജിന്റെയും ദിവ്യയുടെയും മകളാണ് ലാവണ്യ. ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരൻ ലക്ഷിത് കൃഷ്ണയെയും ലാവണ്യയ്ക്ക് നഷ്ടമായി. ശ്രുതി ജോലിയുമായി കോഴിക്കോട്ടും ലാവണ്യ പഠനത്തിനായി നവോദയ സ്കൂളിലുമായതിനാലാണ് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. സെപ്റ്റംബർ 10-നായിരുന്നു ശ്രുതിയും പ്രതിസുതവരൻ ജെൻസനും അടക്കമുള്ളവർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിൽ വെള്ളാരം കുന്നിന് സമീപമായിരുന്നു അപകടം. ലക്കിടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ശ്രുതിയും കൂട്ടരും സഞ്ചരിച്ചിരുന്ന വാനും കോഴിക്കോട്ട് നിന്ന് സുൽത്താൻ ബത്തേരിയിലേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ജെൻസനായിരുന്നു വാൻ ഓടിച്ചിരുന്നത്. അപകടത്തെ തുടർന്ന് വാനിൽ കുടുങ്ങിയവരെ കൽപ്പറ്റയിൽ നിന്നെത്തിയ അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് വാൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തിൽ ജെൻസന്റെ തലയ്ക്കും ശ്രുതിയുടെ കാലിനുമാണ് പരിക്കേറ്റത്. ജെൻസൺ മേപ്പടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. അതിരൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി നടപ്പിലാക്കുക, കൃഷിഭൂമികൾ ESA പരിധിയിൽ ഉൾപ്പെടുത്തുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോട്ടയം ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നത്തിലാണ് കത്തോലിക്ക കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കിയത്. പൊതുജനത്തിന് ഹിതകരമല്ലാത്ത ചില പ്രശ്നങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും നിശബ്ദരാകുന്നതിലൂടെ തങ്ങളുടെ പ്രവർത്തന മേഖലയ്ക്കും നിലനിൽപ്പിനും കോട്ടം തട്ടില്ല എന്നതാണ് വിചാരിക്കുന്നതെങ്കിൽ പൊതുസമൂഹം വലിയ അപകടത്തിൽ ചെന്ന് പതിക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. 1954 ആദ്യ വഖഫ് നിയമം പാസ്സാവുകയും വഖഫ് ബോർഡുകൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന തരത്തിൽ 1995 കൂട്ടിച്ചേർക്കലുകളും തുടർന്ന് 2013 ഭേദഗതി വരുത്തിയപ്പോഴും കോടതിയിൽ ചോദ്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള സ്വത്തുവകകൾ കൈവശം വയ്ക്കാൻ ബോർഡിന് പരിധിയില്ലാത്ത അധികാരം നൽകിയിട്ടുണ്ട്. ഈ നിയമത്തിന്റെ പിൻബലത്തിൽ മുനമ്പത്ത് 600ഓളം മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ കുടിയിറക്കുവാനുള്ള ശ്രമം തികച്ചും അപലപനീയമാണെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി. കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുവാൻ തയ്യാറാകുമ്പോൾ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതിന് അനുഗുണമായി ചിന്തിക്കുവാൻ തയ്യാറാകണമെന്നും യോഗം ഓർമ്മപ്പെടുത്തി. കേന്ദ്ര മാനദണ്ഡപ്രകാരം ചതുരശ്ര കിലോമീറ്ററിൽ 100-ൽ കൂടുതൽ ജനസംഖ്യയുള്ളതും 20% താഴെ വനഭൂമിയുള്ളതുമായ വില്ലേജുകൾ ESAയിൽ ഉൾപ്പെടുകയില്ല എന്നതിനാൽ 6ാം ESA കരട് വിജ്ഞാപനത്തിലെ ഇത്തരം വില്ലേജുകളെ ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കുകയും അല്ലാത്ത വില്ലേജുകളിലെ വനഭൂമി സർവേ നമ്പർ അടിസ്ഥാനത്തിൽ കണ്ടെത്തി ESA വില്ലേജായി പുനഃക്രമീകരണം നടത്തി അവ കേന്ദ്രത്തിന് സമർപ്പിക്കുവാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി അതിരൂപതാ കമ്മിറ്റി പ്രതിഷേധ സായാഹ്നത്തിൽ ആവശ്യപ്പെട്ടു.
പമ്പാവലി തുലാപ്പള്ളി മേഖലകളിൽ കുടിയിറക്ക ഭീഷണി നേരിടുന്ന കർഷകർക്കും പ്രദേശവാസികൾക്കും അടിയന്തരമായി സർക്കാർ സംരക്ഷണം നൽകണമെന്നും നിഷ്ക്രിയത്വം വെടിഞ്ഞ് വിവിധ സർക്കാർ ഏജൻസികൾ സജീവമായി ഇടപെടണമെന്നും സംഘടന പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സായാഹ്നത്തിൽ അതിരൂപത പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ പടിഞ്ഞാറേ വീട്ടിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ ചാമക്കാല ഉദ്ഘാടനം ചെയ്തു. മുൻ അതിരൂപത പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ജോസഫ് വിഷയാവതരണം പ്രസംഗം നടത്തി. ജനറൽ സെക്രട്ടറി ബിനു ഡൊമിനിക് നടുവിലിയേഴം, ട്രഷറർ ജോസഫ് ജോൺ വെങ്ങാന്തറ, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് രാജേഷ് ജോൺ, ഗ്ലോബൽ സെക്രട്ടറി ജേക്കബ് നിക്കോളസ്, അതിരൂപത വൈസ് പ്രസിഡന്റുമാരായ ജോർജ് കുട്ടി മുക്കത്ത്, റോസ്ലിൻ കുരുവിള, അതിരൂപത സെക്രട്ടറിമാരായ ജിനോ ജോസഫ് കളത്തിൽ എന്നിവർ പ്രസംഗിച്ചു. 15ാം കേരള നിയമസഭയുടെ 12ാം സമ്മേളനത്തിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ നൽകിയ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങൾ ചട്ടവിരുദ്ധമായി. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കിയ നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്പീക്കർക്ക് കത്തു നൽകി. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം, ADGP RSS കൂടിക്കാഴ്ച ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ നിന്നാണ് നക്ഷത്ര ചിഹ്നം ഒഴിവാക്കിയത്. നിയമസഭയിൽ ചോദ്യം നേരിട്ടുന്നയിക്കാനും മറുപടി മന്ത്രിയിൽ നിന്ന് നേരിട്ട് ലഭിക്കാനുമാണ് പ്രാധാന്യമനുസരിച്ച് നക്ഷത്ര ചിഹ്നമിടുന്നത്. നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ മറുപടി പറയേണ്ടതില്ല, പകരം രേഖാമൂലം മറുപടി നൽകിയാൽ മതിയാകും. നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി നൽകിയ 49 നോട്ടീസുകളാണ് സ്പീക്കറുടെ നിർദ്ദേശങ്ങൾക്കും മുൻകാല റൂളിംഗുകൾക്കും വിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളായി മാറ്റിയതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഈ ചോദ്യ നോട്ടീസുകൾ നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ചോദ്യ നോട്ടീസുകൾ ചട്ടം 38, 39 എന്നിവ പ്രകാരം പരിശോധിച്ച് പൊതുപ്രാധാന്യം പരിഗണിച്ച് നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യങ്ങളായി അനുവദിക്കണമെന്നും സ്പീക്കറോട് പ്രതിപക്ഷ നേതാവ് കത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയിൽ നിന്ന് നേരിട്ട് മറുപടി ലഭിക്കേണ്ട ADGP RSS കൂടിക്കാഴ്ച, തൃശൂർ പൂരം കലക്കൽ, കാഫിർ സ്ക്രീൻഷോട്ട് വിഷയങ്ങളിൽ നക്ഷത്ര ചിഹ്നമിട്ട ചോദ്യമായി നൽകിയ 49 നോട്ടീസുകളാണ് നിയമസഭാ നടപടിച്ചട്ടം 36. സ്പീക്കറുടെ 1-ാം നമ്പർ നിർദ്ദേശം, ചോദ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നതും അനുവദിക്കുന്നതും സംബന്ധിച്ച മുൻകാല റൂളിംഗുകൾ എന്നിവയ്ക്ക് വിരുദ്ധമായി നക്ഷത്ര ചിഹ്നമിടാത്ത ചോദ്യങ്ങളാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകാനൊരുങ്ങി ഇസ്രായേൽ. ഇറാന്റെ എണ്ണക്കിണറുകളും ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ഉൾപ്പെടെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് ഇസ്രായേൽ സേന തയ്യാറെടുക്കുന്നത്. അമേരിക്കയുടെ സഹായത്തോടെയായിരിക്കും ഇസ്രായേലിന്റെ സൈനിക നീക്കം. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രിയുമായും സൈനിക തലവന്മാരുമായും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി. US പ്രസിഡന്റ് ജോ ബൈഡനുമായി നെതന്യാഹു ഇന്നലെ ടെലിഫോണിൽ ചർച്ച നടത്തി. ഇറാൻ ചെയ്ത വലിയ തെറ്റിന് വില നൽകേണ്ടി വരുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചൊവ്വാഴ്ചത്തെ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഇസ്രായേൽ ശ്രമിച്ചാൽ അതിനുള്ള മറുപടി കൂടുതൽ ശക്തമായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് ഭീഷണി മുഴക്കി. ഇറാനിയൻ മിസൈൽ ആക്രമണത്തിൽ ചെറിയ തോതിലുള്ള നാശമാണ് ഉണ്ടായതെന്ന് ഇസ്രായേൽ അറിയിച്ചു. വ്യോമതാവളങ്ങൾക്കു നേർക്കുണ്ടായ ആക്രമണത്തിൽ വിമാനങ്ങൾക്കോ ഡ്രോണുകൾക്കോ കേടുപാടുണ്ടായിട്ടില്ലെന്നും 2 നാട്ടുകാർക്ക് പരിക്കേറ്റുവെന്നും ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. അതേസമയം ഇസ്രായേലിനെ കനത്ത തിരിച്ചടി നൽകാൻ കഴിഞ്ഞുവെന്നാണ് ഇറാന്റെ അവകാശവാദം. 90% മിസൈലുകളും ലക്ഷ്യം കണ്ടെന്നും ഇറാൻ വാദിക്കുന്നു. ഹമാസ്, ഹിസ്ബുള്ള നേതാക്കളുടെ വധത്തിന് പകരം വീട്ടുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച ഇസ്രായേലിലേക്ക് 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ പ്രയോഗിച്ചത്. ഇറാൻ തൊടുത്ത മിസൈലുകൾ മിക്കവയും പ്രതിരോധിച്ചത് അമേരിക്കൻ യുദ്ധക്കപ്പലുകളിലെ മിസൈൽ വേധ സംവിധാനമാണെന്ന് റിപ്പോർട്ടുണ്ട്. ഇന്നലെ തെക്കൻ ലെബനനിൽ ഇസ്രായേൽ ഹിസ്ബുള്ള കരയുദ്ധം രൂക്ഷമായി. 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. ഇവരെല്ലാം 21, 22, 23 പ്രായത്തിലുള്ളവരാണ്. ലെബനനിൽ ആദ്യമായാണ് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്നത്. ഇസ്രായേൽ സേന 400 മീറ്റർ ഉള്ളിലേക്ക് പ്രവേശിച്ചെന്ന് ഹിസ്ബുള്ള സമ്മതിച്ചു. തെക്കൻ ലെബനനിലെ 25 അതിർത്തി ഗ്രാമങ്ങളിലുള്ളവരോട് ഒഴിഞ്ഞുപോകാൻ ഇന്നലെ ഇസ്രായേൽ സേന ഉത്തരവിട്ടു. ഷിരൂർ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം ശക്തം. കഴിഞ്ഞ ദിവസം ലോറി ഉടമ മനാഫിനെതിരെ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷമാണ് സൈബർ ആക്രമണം രൂക്ഷമായത്. മനാഫ് തങ്ങളെ വൈകാരികമായി മാർക്കറ്റ് ചെയ്യുകയാണെന്ന് കഴിഞ്ഞ ദിവസം അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. മനാഫ് മാധ്യമങ്ങൾക്ക് മുന്നിൽ കള്ളം പറയുകയാണെന്നും ഫണ്ട് സ്വരൂപിക്കുന്നതുമായി ബന്ധപ്പെട്ട ആളുകളെ കബളിപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. പൊതുജനങ്ങളാരും മനാഫിന് പണം നൽകരുതെന്നും തങ്ങൾ അത് സ്വീകരിക്കുന്നില്ലെന്നും കുടുംബം വ്യക്തമാക്കി. യൂട്യൂബ് ചാനലുകളിൽ നിന്നും ആക്ഷേപം നേരിടുന്നതായും കുടുംബം വ്യക്തമാക്കിയിരുന്നു. പല ആളുകളും കുടുംബത്തിന്റെ വൈകാരികതയെ മാർക്കറ്റ് ചെയ്തു. യൂട്യൂബ് ചാനലുകളിൽ പ്രചരിപ്പിക്കുന്നത് അർജുനെ 75,000 രൂപ സാലറി കിട്ടിയിട്ടും ജീവിക്കാൻ സാധിക്കുന്നില്ലെന്നാണ്.
ഇതുവരെ അർജുന് 75,000 രൂപ സാലറി കിട്ടിയിട്ടില്ല. അർജുന്റെ പണമെടുത്ത് ജീവിക്കുന്ന സഹോദരിമാർ, സഹോദരന്മാർ തുടങ്ങിയ ആക്ഷേപങ്ങൾ നേരിടുന്നുണ്ട്. അർജുൻ മരിച്ചത് നന്നായെന്ന കമന്റുകൾ ഉൾപ്പെടെ കണ്ടെന്നും ഇത് വേദനയുണ്ടാക്കിയെന്നും ജിതിൻ പറഞ്ഞു. വൈകാരികത ചൂഷണം ചെയ്യുന്നതിൽ നിന്ന് മനാഫ് പിന്മാറണമെന്നും കുടുംബം ആവശ്യപ്പെട്ടിരുന്നു. അർജുന്റെ മകൻ അയാനെ 4ാമത്തെ കുട്ടിയായി വളർത്തുമെന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണം കൃഷ്ണപ്രിയയെ മാനസികമായി ബുദ്ധിമുട്ടിച്ചെന്നും അങ്ങനൊരു ആവശ്യം തങ്ങൾ മുന്നോട്ട് വെച്ചിട്ടില്ലെന്നും ജിതിൻ കൂട്ടിച്ചേർത്തു. അതേസമയം കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളിയാണ് മനാഫ് രംഗത്തെത്തിയത്. ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലാമെന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ ലോറിക്ക് അർജുന്റെ പേരിടുമെന്നും അർജുന്റെ പേരിൽ ഫണ്ട് ശേഖരിച്ചിട്ടില്ലെന്നും മനാഫ് പറഞ്ഞു. അർജുനെ കിട്ടുന്നതോടെ ആ യൂട്യൂബ് ചാനലിനെ അർത്ഥമില്ലെന്ന് ഞാൻ പറഞ്ഞിരുന്നു. തനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടെന്നും തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ ധൈര്യത്തിന് വേണ്ടിയാണ് ചാനൽ തുടങ്ങിയതെന്നും മനാഫ് പറഞ്ഞിരുന്നു. സ്വർണ്ണക്കടത്ത് പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്നത് ഗൗരവകരമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണക്കടത്ത് പണം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് എപ്പോഴാണ് മുഖ്യമന്ത്രി അറിഞ്ഞതെന്ന് വ്യക്തമാക്കണമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കടത്ത് വിഷയം തന്നിൽ നിന്ന് മറച്ചുവെച്ചെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇക്കാര്യം അറിഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബർ 21 തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കടത്തിയ പണത്തെക്കുറിച്ചും സ്വർണത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനാൽ വിശദമായ റിപ്പോർട്ട് മുഖ്യമന്ത്രിയിൽ നിന്ന് ആവശ്യപ്പെടുമെന്നും ഗവർണർ പറഞ്ഞു. അതേസമയം ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന അഭിമുഖം PR ഏജൻസി വഴി നടത്തിയതാണെന്ന് വെളിപ്പെടുത്തിയതോടെ സർക്കാർ കൂടുതൽ പ്രതിരോധത്തിലായി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതിച്ഛായയെ നന്നാക്കാൻ PR ഏജൻസിയെ കൂട്ടുപിടിക്കുന്നുവെന്ന പ്രതിപക്ഷ ആരോപണം ശരിവയ്ക്കുന്നതാണ് വെളിപ്പെടുത്തൽ. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ മുഖ്യമന്ത്രിക്കെതിരെ രംഗത്തെത്തി. മലപ്പുറം ജില്ലയിലെ ആൾക്കാർ സ്വർണ്ണക്കടത്തുകാരല്ല, സ്വർണം കടത്തുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നേതൃത്വത്തിലാണ്. ആരാണ് PR ഏജൻസിക്ക് പിന്നിലെന്ന് വ്യക്തമാക്കണം. മുഖ്യമന്ത്രി ഭൂരിപക്ഷ വർഗീയതയെ കൂട്ടുപിടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. അതിനിടെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് ADGP അജിത് കുമാറിനെ മാറ്റണമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുകയാണ് CPI. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നടത്തിയ കൂടിക്കാഴ്ചയിലാണ് CPI നിലപാട് ആവർത്തിച്ചത്. CPM CPI നേതൃത്വ യോഗങ്ങൾ നാളെ ചേരാനിരിക്കുന്നതിന് മുന്നോടിയായാണ് നിർണായക കൂടിക്കാഴ്ച. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. UN തലവൻ അന്റോണിയോ ഗുട്ടറസിന് രാജ്യത്തേക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഇസ്രായേൽ. ഇറാന്റെ മിസൈൽ ആക്രമണത്തെ അന്റോണിയോ ഗുട്ടറസ് അസന്നിഗ്ധമായി അപലപിച്ചില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ചൂണ്ടിക്കാട്ടി. അന്റോണിയോ ഗുട്ടറസ് ഭീകരവാദികളെ പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. ഇസ്രായേലിനെതിരായ ഇറാൻ ആക്രമണത്തെ അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേലിന്റെ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ലെന്ന് കാറ്റ്സ് വ്യക്തമാക്കി. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയെയും ലൈംഗിക അതിക്രമങ്ങളെയും ഇതുവരെ അപലപിച്ചിട്ടില്ലാത്ത ഒരു സെക്രട്ടറി ജനറലാണ് ഗുട്ടറസ്. ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമത്തിനും അദ്ദേഹം നേതൃത്വം നൽകിയിട്ടില്ല. തീവ്രവാദികൾക്കും ബലാത്സംഗക്കാർക്കും പിന്തുണ നൽകുന്ന ഒരു സെക്രട്ടറി ജനറലാണ് അദ്ദേഹമെന്നും കാറ്റ്സ് പറഞ്ഞു. ഗുട്ടറസ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുന്നത് തുടരുമെന്നും ദേശീയ അന്തസ് ഉയർത്തിപ്പിടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഇറാൻ, ഹമാസ്, ഹിസ്ബുള്ള എന്നിവയുമായുള്ള ഇസ്രായേലിന്റെ പോരാട്ടത്തിലുടനീളം UN തലവനായ ഗുട്ടറസ് ഒരു തരത്തിലും സഹായിച്ചിട്ടില്ലെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഡെപ്യൂട്ടി വക്താവ് അലക്സ് ഗാൻഡ്ലർ പറഞ്ഞു. എപ്പോഴും അവർക്കൊപ്പം നിൽക്കുകയാണ് ഗുട്ടറസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പോലും ഇസ്രായേലിലെ സാധാരണക്കാർക്ക് നേരെ വെടിയുതിർത്തിട്ടും അവർക്ക് നേരെ വിരൽ ചൂണ്ടാൻ ഗുട്ടറസ് തയ്യാറായില്ലെന്നും അലക്സ് കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേലിനെതിരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത്. ഇസ്രായേലിനെ ലക്ഷ്യമാക്കി 151 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തത്. ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചു. തിരിച്ചടിക്കാൻ ശ്രമിച്ചാൽ മറുപടി കനത്തതാകുമെന്ന് ഇറാനും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്ന് PV അൻവർ MLA. ഇത്തരം വാക്കുകൾ ഒരു സമുദായത്തെ മാത്രമല്ല എല്ലാവരെയും ബാധിക്കുമെന്ന് അൻവർ പ്രതികരിച്ചു. മലപ്പുറം സ്വർണ്ണക്കടത്തിന്റെ കേന്ദ്രമെന്ന് മുൻപും പിണറായി വിജയൻ പറഞ്ഞിരുന്നു. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനാണ് പരിപൂർണ ഉത്തരവാദിത്തം. മുഖ്യമന്ത്രിക്ക് P ശശിയെയും MR അജിത് കുമാറിനെയും ഭയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാർട്ടിക്ക് പിണറായി വിജയനെയും പേടിയാണെന്ന് അൻവർ പറഞ്ഞു. നട്ടലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഇപ്പോൾ പാർട്ടിയിലില്ല. ത്രിപുരയും ബംഗാളും കേരളത്തിലും ആവർത്തിക്കുമെന്നും അൻവർ വിമർശിച്ചു. KT ജലീലിനെതിരെയും അൻവർ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ജലീലിനെ ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയില്ലെന്നും ഭയമാണെന്നും അൻവർ പറഞ്ഞു. ജനകീയ വിഷയങ്ങൾ ധീരമായി ഏറ്റെടുക്കാൻ ജലീലിന് ശേഷിയില്ലെന്നും അൻവർ പരിഹസിച്ചു.
ദി ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ PR ഏജൻസി നൽകിയ വിവരങ്ങളെന്ന് പറയപ്പെടുന്ന ഭാഗം എഴുതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സൂചന ലഭിച്ചെന്ന് PV അൻവർ MLA പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 പ്രമുഖ വ്യക്തികളാണ് വിവരങ്ങൾ ഏജൻസിക്ക് കൈമാറിയതെന്നാണ് വിവരം. ഈ കാര്യത്തിൽ തനിക്ക് സംശയമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു. താൻ പറഞ്ഞതല്ലെങ്കിൽ ഏജൻസിക്കും ദി ഹിന്ദുവിനുമെതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണ്? അഭിമുഖത്തിന്റെ റെക്കോർഡ് പുറത്തുവിടാത്തത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം ചോദിച്ചു. PR ഏജൻസിക്ക് കുറിപ്പുകൾ പോയ സംഭവം അറിവോടെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഓഫീസിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതിനർത്ഥം സംഭവിച്ചത് മുഖ്യമന്ത്രിയുടെ അറിവോടെ ആണെന്നാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് നാടകം കളിക്കുകയാണെന്നും PV അൻവർ MLA പറഞ്ഞു. സെപ്റ്റംബർ 13 ഏജൻസിയുടെ റിലീസിന് പിന്നിലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ്. മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതും കഴിഞ്ഞ് പിറ്റേ ദിവസവും ഏകദേശം ഉച്ചയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതായിട്ട് CMOയിൽ നിന്ന് പറയുന്നത്. ഇതൊക്കെ നാടകം. വെറുതെ നമ്മളതിനെ ചർച്ച ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. കേരളത്തിലെ സാധാരണക്കാരായ അത്യാവശ്യം എഴുത്തും വായന അറിയുന്ന കോമൺ സെൻസിലെ എല്ലാ മനുഷ്യർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടും മുഖ്യമന്ത്രിയും ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ. അതിലിപ്പോൾ വേറൊരു പാർട്ടി ഇടപെടില്ലല്ലോ, ഒരു തേർഡ് പാർട്ടി. അപ്പോൾ ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർക്ക് തന്നെയല്ലേ. ഒരു ജില്ലയെയും ഒരു മലബാറിനെയും പൂർണ്ണമായി ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇനി ഇത് ഉദ്ദേശിക്കുന്ന ഒരു ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ, അതല്ലാത്ത ഇഷ്ടം പോലെ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഈ ജില്ലയിലില്ലേ. അപ്പോൾ ഒരു ജില്ലയെ പരിപൂർണമായിട്ട് അപലവൽക്കരിക്കുകയല്ലേ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു സമുദായത്തെയാണെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ മാപ്പിളാർ മാത്രമേ ഉള്ളൂ. ഇവിടെ എല്ലാ ജനവിഭാഗവും ഇല്ലേ, അവർക്കൊക്കെ ഇത് ബാധിക്കൂലേ? അപ്പോൾ അത് മുഖ്യമന്ത്രി മാപ്പ് പറയുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇതിൽ നിന്ന് ഒഴിയണം, ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയണമെന്ന് ആവർത്തിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനും സാധിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു മാപ്പെങ്കിലും ഈ പറയുന്ന മാപ്പിളാരെ മാറ്റി നിർത്തും. മലപ്പുറം ജില്ലയിൽ 10-20 ലക്ഷം അല്ലാത്ത സമുദായക്കാരുണ്ടല്ലോ, അവരോട് അദ്ദേഹം മാപ്പ് പറയണ്ടേ? ഇനിയിപ്പോൾ ഈ പദം ഒഴിഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസം ഉണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയൊക്കെ ഉണ്ടല്ലോ, അവരാരെങ്കിലും ഒരാളെ ഏൽപ്പിച്ചാലും. കാരണം നമ്മൾ പല മുഖ്യമന്ത്രിമാരും കണ്ടിട്ടുണ്ടല്ലോ, സ്ഥാനം ഒഴിയുമോ. ലല്ലു പ്രസാദും അതുപോലെ തന്നെ UP മുഖ്യമന്ത്രിയും ഒക്കെ ഇതേപോലെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ കുടുങ്ങിയ സമയത്ത് അവരെന്താ ചെയ്ത്? എഴുത്തും വായനയും കൂടി അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിൻ്റെ ഭാര്യ. അന്ന് സ്കൂളിലേ പോയിട്ടില്ല. അവരെയാണ് മുഖ്യമന്ത്രി പദം ഏൽപ്പിച്ചത്. ഹെലീൻ ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും അമേരിക്കയിൽ മരിച്ചവരുടെ എണ്ണം 189ആയി. തെക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഹെലീൻ ചുഴലിക്കാറ്റ് കനത്ത നാശനഷ്ടം വിതച്ചത്. വ്യാപകമായ നാശം സംഭവിച്ച ബാങ്കോം കൗണ്ടിയിലെ ആഷേവില്ലെ എന്ന നഗരത്തിൽ ഭക്ഷണം, വെള്ളം തുടങ്ങിയ അവശ്യ സാധനങ്ങൾ എത്തുന്നുണ്ടെന്ന് നോർത്ത് കരോലിനയിലെ പൊതുസുരക്ഷാ വിഭാഗം അറിയിച്ചു. ജോർജിയ, കരോലിനസ്, ടെന്നസി എന്നിവിടങ്ങളിലൂടെ നീങ്ങുന്നതിനു മുൻപ് അത് ഉഷ്ണമേഖല കൊടുങ്കാറ്റായി ദുർബലമായെങ്കിലും കൊടുങ്കാറ്റ്, മഴ, വെള്ളപ്പൊക്കം എന്നിവ പ്രദേശങ്ങളിൽ നാശം വിതയ്ക്കുകയായിരുന്നു. നോർത്ത് കരോലിനയിൽ 95 പേരാണ് മരിച്ചത്. സൗത്ത് കരോലിനയിൽ 39 പേർക്ക് ജീവൻ നഷ്ടമായി. ജോർജിയയിൽ 25 പേരും, ഫ്ലോറിഡയിൽ 19 പേരും, ടെന്നസിയിൽ 9 പേരും മരിച്ചു. വെർജീനിയയിൽ 2 പേർ മരിച്ചു. 225 കിലോമീറ്റർ വേഗതയിൽ വീശിയടിച്ച ഹെലീൻ ചുഴലിക്കാറ്റ് US-ൽ കനത്ത നാശം വിതച്ചാണ് കടന്നുപോകുന്നതെന്നും അതീവ ജാഗ്രത വേണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തകരും മറ്റ് അടിയന്തര പ്രവർത്തകരും ഒറ്റപ്പെട്ടതും തകർന്നതുമായ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഒറ്റപ്പെട്ട ആളുകളെ തേടി 50-ലധികം തിരച്ചിൽ സംഘങ്ങളാണ് മേഖലയിൽ ഉടനീളമുള്ളതെന്നും അധികൃതർ അറിയിച്ചു. ചുഴലിക്കാറ്റിലും പ്രളയത്തിലും 600ഓളം പേരെ കാണാനില്ലെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. കരോലിനയിൽ 100 കണക്കിന് റോഡുകൾ അടച്ചിട്ടു. അഭയകേന്ദ്രങ്ങളിൽ 1000-ലധികം ആളുകൾ താമസിക്കുന്നുണ്ടെന്ന് ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി അധികൃതർ അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഫ്ലോറിഡയിലെ ബിഗ് ബൈൻ മേഖലയിൽ കാറ്റഗറി 4 ചുഴലിക്കാറ്റായ ഹെലീൻ കരതൊട്ടത്. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.